കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറം ജില്ലയിൽ അപ്രോച്ച് റോഡ് തകർന്നതുപോലെ കോഴിക്കോട് മലാപ്പറമ്പ് പ്രദേശത്തും അപ്രോച്ച് റോഡ് തകർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേശീയപാതയിൽ ജസ്റ്റ് ഡ്രോൺ ഷൂട്ട് വീഡിയോ എടുത്താണ്. അപ്പോൾ മലാപ്പറമ്പ് ആ ഒരു ജംഗ്ഷനിൽ അവിടെ ഓവർ പാസേജിൻ്റെ ഭാഗത്ത് ഈ റീസെൻ്റ്ലി വളരെ 6-7 മാസം കൊണ്ട് അപ്രോച്ച് റോഡും അതോടൊപ്പം തന്നെ സർവീസ് റോഡും അതേപോലെ തന്നെ ഓവർ പാസേജിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞതാണ്. അപ്പോൾ സർവീസ് റോഡിൻ്റെ അവിടെ ചേർന്നുള്ള സൈഡ് വാൾ, വൺ സൈഡ് ബ്രിക്സ് വാളും അതോടൊപ്പം തന്നെ വൺ സൈഡിൽ കോൺക്രീറ്റ് വാളുമാണുള്ളത്. അപ്പോൾ ആ ഒരു ബ്രിക്സ് വാളിൻ്റെ ഈ ഒരു ഭാഗത്താണ് പൊളിഞ്ഞത്. ആ പൊളിയാനുള്ള പ്രധാന കാരണം വർക്ക് പൂർണ്ണമായും പൂർത്തിയാക്കി താറിങ് പൂർത്തിയാക്കിയതിന് ശേഷം സർവീസ് റോഡിലുണ്ടായ വിള്ളലെല്ലാം മറിച്ച് താറിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ചില ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിൽ കൂടി താറ് ചെയ്യാനുള്ള ഭാഗം ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് മഴവെള്ളം ഇറങ്ങിയതിന് ശേഷമാണ് അവിടെ പൊട്ടുണ്ടായത്. സർവീസ് റോഡിൻ്റെ നമ്മൾ ഈ ഒരു ഓവർ പാസേജിൻ്റെ ഭാഗത്ത് നോക്കുകയാണ്, അവിടെ ഇവിടെയൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആ ഒരു ബ്രിക്സ് വാൾ, അതായത് നമ്മൾ വെങ്ങളം ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ചെറിയൊരു ക്രാക്ക് പോലെ ഉണ്ടായിരുന്നു. അതും ഈ വെള്ളം ഇറങ്ങിയതിന് ശേഷം, കാരണം ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ആഴ്ചയായിട്ട് ഇവിടെയുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ബ്രിക്സ് വാളുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള വർക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ മഴയുടെ വെള്ളം ഇറങ്ങുമ്പോഴുണ്ടായിരുന്ന ചെറിയ വിള്ളൽ മാത്രമാണ്. കാര്യമായിട്ട് എടുത്തു പറയത്തക്ക രീതിയിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ആ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് കണ്ടിട്ടില്ല. ഈ റൈറ്റ് സൈഡിലും ഇവിടെ ഇപ്പോൾ ആ ഒരു ക്രാക്ക് വീണ ഉടൻ തന്നെ KMC അവിടെയുള്ള താറിങ്ങൊക്കെ നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടയിൽ കുറച്ച് സമയത്തേക്ക് റോഡ് ഡൈവേർട്ട് ചെയ്തതും ഉണ്ടായിരുന്നു. അതായത് ഇക്ര ഹോസ്പിറ്റൽ ജംഗ്ഷൻ ആ ഒരു ഭാഗത്താണ്. ഈ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്ത് ഇവിടെയും വെള്ളം ഇറങ്ങിയ സമയത്ത് ഈ ഒരു ബിൽഡിങ്ങിനോട് ചേർന്നുള്ള ആ ഒരു പ്രദേശം, സർവീസ് റോഡിൻ്റെ ആ ഒരു പ്രദേശം വെള്ളം ഇറങ്ങിയ സമയത്ത് അവിടെയും ചെറിയ രീതിയിൽ വിള്ളലുണ്ടായിരുന്നു. വിള്ളൽ മീൻസ് അത് ഈ സൈഡ് കോൺക്രീറ്റ് ആണ്, ആ വാള് കോൺക്രീറ്റ് വാളാണ്. രാമനാട്ടുകര പോകുമ്പോൾ റൈറ്റ് സൈഡിലെ ഭാഗം കോൺക്രീറ്റ് വാളാണ്. അപ്പോൾ ആ ചെറിയ രീതിയിലുള്ള വിള്ളലാണ് ആ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ KMC വർക്ക് എടുത്തുകൊണ്ട് ആ ഒരു വിള്ളലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കറക്റ്റ് ഈ ഒരു സ്പോട്ടിലാണ് സംഭവിച്ചത്. കണ്ടോ, അവിടെയൊക്കെ മണ്ണ് നീക്കം ചെയ്തത് കണ്ടോ. എടുത്ത് പറയത്തക്ക വലിയ വമ്പിച്ചെന്തോ സംഭവം ഒന്നും സത്യത്തിൽ നടന്നിട്ടില്ല. ചെറിയ രീതിയിലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള സമയത്തുള്ള വെള്ളം ഇറങ്ങിയപ്പോൾ ഉള്ളൊരു വിള്ളലാണ്. അതിപ്പോൾ KMC സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് ഇതിനെപ്പറ്റി എന്താണ് സംഭവിച്ചത് എന്ന് പല ആളുകൾക്കും ധാരണയില്ലാത്തതുകൊണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിക്കട്ടെ എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് നമ്മൾ ഇന്ന് ജസ്റ്റ് മലാപ്പറമ്പ് പോകുന്ന അവസരത്തിൽ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.